അച്ചൻകോവിലാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചകല സ്വദേശി അജ്സൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടെയുണ്ടായിരുന്ന നബീലിനായി തിരച്ചിൽ നടക്കുകയാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് രണ്ട് വിദ്യാർത്ഥികൾ അച്ചൻകോവിലാർ ആറ്റിലേക്ക് സമീപത്തേക്ക് എത്തുന്നത്. പിന്നീട് കുളിക്കുന്നതിന് വേണ്ടി ഇവർ ആറ്റിൽ ഇറങ്ങി അപകടത്തിൽപ്പെടുകയായിരുന്നു. ആദ്യം ഒരാൾ അപകടത്തിൽപ്പെടുകയും പിന്നീട് രണ്ടാമത്തെ ആളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിനിടയിലാണ് രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടത്. അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിപ്പെട്ട വിദ്യാർത്ഥികളിൽ അഞ്ചക്കാല സ്വദേശി അജ്സൽ അജിയുടെ മൃതദേഹമാണ് അല്പസമയം മുൻപ് കണ്ടെത്തിയത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന നബീൽ നിസാമിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള വലിയ തിരച്ചിലാണ് ഈ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചത്. പരീക്ഷ കഴിഞ്ഞ് എത്തിയ വിദ്യാർത്ഥികളാണ്. രണ്ടുപേരും കുളിക്കുന്നതിന് വേണ്ടിയാണ് ആറ്റിൽ ഇറങ്ങിയത്. ആദ്യം ഒരാളും പിന്നീട് മുങ്ങിയ ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ടാമത്തെ വിദ്യാർത്ഥിയും ഇറങ്ങി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് അച്ചൻകോവിലാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. അച്ചൻകോവിലാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്.